ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിഞ്ചർ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഇടിയപ്പമാണ്. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ അരിപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇൻസ്റ്റൻറ്റ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിറബറയുടെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പ പൊടിയാണ്. നല്ല തിളച്ചിരിക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് ആദ്യം സ്പൂൺ ഉപയോഗിക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടാതെ കറക്റ്റ് പാകത്തിന് കുഴച്ചെടുക്കുക. ചെറുതായിട്ട് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇടിയപ്പം ഉണ്ടാക്കുന്ന ചില്ല് സേവനാഴിയിൽ ഇട്ട് കൊടുക്കുക. ഇഡലി തട്ടിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി സേവനാഴിയിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ചേർത്ത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, സേവനാഴിയിൽ നിന്ന് മാവ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ സ്റ്റീമറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഇടിയപ്പത്തട്ട് ഇനി സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടിയപ്പം തണുക്കാനായിട്ട് 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് എല്ലാവരും ഈ ഈസി മെത്തേഡ് ട്രൈ ചെയ്യുമല്ലോ അല്ലേ?